കോഴിക്കോട് യുഡിഎഫ് സ്ഥാനാർത്ഥിയായി എം.കെ. രാഘവൻ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ കണ്ണൂരിലെ അഗ്രോ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന സഹകരണ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് സിപിഎം പ്രചാരണ വിഷയമാക്കുന്നു. കേസിൽ പ്രതി ചേർക്കപ്പെട്ട സാഹചര്യത്തിൽ എം.കെ. രാഘവൻ എം.പി. സ്ഥാനം രാജിവെക്കുകയും മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയും ആവശ്യപ്പെട്ട സിപിഎം രംഗത്തെത്തി. എന്നാൽ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും സിപിഎം ഉയർത്തുന്ന അഴിമതി ആരോപണം വിലപോവില്ലെന്നാണ് യുഡിഎഫിന്റെ മറുപടി. കോഴിക്കോട് സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ യുഡിഎഫിന് രണ്ടാമതൊരു വാക്കില്ല. ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ എം.കെ. രാഘവനായി അണികൾ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. അതിനിടയിലാണ് കണ്ണൂരിലെ സഹകരണ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് അഗ്രോ കോഓപ്പറേറ്റീവ് ലിമിറ്റഡിൽ 77 കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നായുള്ള വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്ന് എം.കെ. രാഘവനെ പോലീസ് പ്രതി ചേർത്തത്. ഇതാണ് രാഘവനെതിരെ തിരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാകുന്നതിന് മുമ്പേ സിപിഎമ്മിന് ലഭിച്ച ആയുധം. കഴിഞ്ഞ 2 തവണ നഷ്ടമായ തട്ടകം തിരികെ പിടിക്കാനായി ഇതും പ്രചരണ വിഷയമാക്കി മാറ്റാൻ സിപിഎം തീരുമാനിച്ചു കഴിഞ്ഞു. ധാർമ്മികമായിട്ട് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിന് ഒരു അർഹതയില്ല, ഒരു അവകാശവും ഇല്ല. ഇപ്പം തന്നെ എം.പി. സ്ഥാനം രാജിവെച്ച് പരസ്യമായി മാപ്പ് പറയണം. ഈ സംഖ്യയൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് സംബന്ധിച്ചൊക്കെ ജനങ്ങൾക്കും അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. എന്നാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും എം.കെ. രാഘവൻ പ്രസിഡന്റായ സഹകരണ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞുള്ള ആരോപണം സിപിഎം ഉയർത്തിയതാണെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. തോൽവി ഉറപ്പായതിനാൽ തുടക്കം മുതൽ സിപിഎം വ്യക്തിഹത്യ നടത്തുകയാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. കോഴിക്കോട് എം.പിയുടെ വിജയം കോഴിക്കോട് കഴിഞ്ഞ 2 തവണ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രീയമായി വേട്ടയാടാൻ കഴിഞ്ഞ കുറേ കാലമായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞൊരു കാര്യമാണ്. എം.കെ. രാഘവൻ രാഷ്ട്രീയത്തിൽ വളരെയേറെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കേസ് രജിസ്റ്റർ ചെയ്തതുപോലും രാഘവനെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്നും കോൺഗ്രസ് കരുതുന്നു. പക്ഷേ എം.കെ. രാഘവന്റെ വ്യക്തിപ്രഭാവത്തിലൂടെ ഇതിനെയും മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് യുഡിഎഫ് ക്യാമ്പ്. കെ.ആർ. സാജു, മീഡിയ 1, കോഴിക്കോട്.